കുറച്ച് കാലമായിട്ട് എന്നെ ഒരു ഗോസ്റ്റ് ഇങ്ങനെ ഫോളോ ചെയ്യാണ്. ഗോസ്റ്റ് പറഞ്ഞാൽ നമ്മൾ പ്രേതം എന്നൊക്കെ പറയാം. പ്രേതം അല്ലെങ്കിൽ ഗോസ്റ്റ് എന്നെ നമ്മളിങ്ങനെ ഫോളോ ചെയ്ത് വരികയാണ്, എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഗോസ്റ്റ് ഏകദേശം ഒരു 25-30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരെയും ഗോസ്റ്റ് പിന്തുടരും. ആ ഗോസ്റ്റ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഒരു ഗോസ്റ്റ് അല്ല കേട്ടോ, ചിലപ്പോൾ ഒരുപാടുണ്ടാവും, 5, 10, 20 ഗോസ്റ്റൊക്കെ ഉണ്ടാവും. നമ്മൾ കൊന്ന ആളുകളാണ് ഈ ഗോസ്റ്റായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ആരെയാണ് ഈ കൊല്ലുന്നത്? റിയലായിട്ടുള്ള കൊല്ലുന്ന കഥയല്ല കേട്ടോ പറഞ്ഞത്. എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്, ആരാണ് ഈ മരിക്കുന്നത്, ആരാണ് പ്രേതമായിട്ട് വന്നത്, എന്നെ ആരാണ് ഈ പ്രേതമായിട്ട് ഉപദ്രവിക്കുന്നത് എന്നുള്ളതല്ലേ നമ്മുടെ വിഷയം. അപ്പോൾ എന്നെ ആരാണ് ഈ പ്രേതമായിട്ട് ഉപദ്രവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുതരാം. ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ കുറച്ച് ആൾക്കാർ എന്നെ അറിയുന്നുണ്ടാവും. പിന്നെ എൻ്റെ സാഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് പറയുന്ന ഗോസ്റ്റ് പറഞ്ഞാൽ നമ്മൾ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കുറേ നാളുകൾ വെച്ചിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. ഐഡിയാസ് പറഞ്ഞാൽ നമുക്ക് ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് യൂട്യൂബിലൊരു വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു കുക്കിംഗ് വീഡിയോ ചെയ്യണം. അങ്ങനെ പലതരത്തിലുള്ള ഒരു ആഗ്രഹങ്ങളായിട്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവും, 5-10 വർഷമായിട്ട് നിങ്ങൾ നടക്കുന്നുണ്ടാവും. പിന്നെ ഒരു സമയത്ത് എന്ത് ഈ ആഗ്രഹത്തിന് അല്ലെങ്കിൽ ഐഡിയനെ നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കും. പക്ഷേ കാലത്തിന് ശേഷം മറ്റൊരാൾ ആ ഐഡിയ ആയിട്ട് സക്സസ് ആയിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഗോസ്റ്റ് വരിക. ഇപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ. അതായത് എൻ്റെ ഗോസ്റ്റ് എന്താ വെച്ചാൽ, ഞാൻ സാഫ് സ്റ്റോക്ക് എന്ന് പറയുന്ന ചാനൽ തുടങ്ങിയത് മോട്ടിവേഷൻ ചെയ്യണം, അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷേ എന്തുകൊണ്ടും അന്ന് എനിക്ക് പ്രസൻറ്റ് ചെയ്യാനും ഇതൊന്നും അറിയാത്തത് കൊണ്ടും എനിക്ക് അന്നൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കി. പക്ഷേ പിന്നീട് ആളുകളൊക്കെ മോട്ടിവേഷൻ ചാനലും ഒക്കെ ആയിട്ട് സക്സസ് ആയിട്ട് വന്നു. പിന്നെ ഞാൻ തന്നെ എൻ്റെ ചാനലിൽ അത്യാവശ്യം വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയപ്പോഴും എൻ്റെ മനസ്സിലെ വിഷമം എന്ന് പറയുന്നത് നമ്മളെ പഴയ ഞാൻ കൊന്ന ഐഡിയ മോട്ടിവേഷൻ ചാനൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡെയിലി ഒരു ടോക്സ് എന്ന് പറയുന്ന, അതാണ് ഉദ്ദേശം, അതാണ് സാഫ് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടോക്സാണ്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായത് ചത്തുപോയി. അതിൻ്റെ പ്രേതം എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്താ ചെയ്യാം, അതങ്ങ് റിലീസ് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിപ്പോൾ എത്ര പേര് കാണും, അല്ലെങ്കിൽ ആരൊക്കെ ഇത് പിന്നെ ഇതിനെ ആക്സെപ്റ്റ് ചെയ്യും, ഇതിനെ കമൻറ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ഐഡിയ, അല്ലെങ്കിൽ ഞാൻ തന്നെ കൊന്നുകളഞ്ഞ ഐഡിയയെ വീണ്ടും കൊണ്ടുവരാം, അതിൻ്റെ പ്രേതത്തിനെങ്കിലും ഒഴിവാക്കുക. കുറേ പ്രേതങ്ങളുണ്ടാവും, കാരണം നമ്മൾ പല ഐഡിയ ഉണ്ടാവും. 10, അതായത് നേരത്തെ ഞാൻ പറഞ്ഞത് 10, 20, 30 ഐഡിയാസൊക്കെ ചിലപ്പോൾ ആളുകൾ കൊന്നുകളിട്ടുണ്ടാവും. അത് നല്ല സക്സസ്ഫുള്ളായ ഐഡിയ ആയിരിക്കും, മോശം ഐഡിയ ഒന്നും ആയിരിക്കില്ല. മറ്റുള്ളവർ അത് ചെയ്ത് സക്സസ് ആയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ലൈഫിൽ അങ്ങനെ ഐഡിയാസ് ഉണ്ടായിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിലും, അങ്ങനെ ഐഡിയ ഉള്ളവർ ഇപ്പം കൊണ്ടു നടക്കുന്നവരും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ പറ്റുന്നതാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യുക. ഫെയിലായിക്കോട്ടെ, പരാജയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റീസൺ അല്ല. അതായത് നമുക്കിതൊന്നും പരാജയപ്പെട്ടുകൂടാന്നൊന്നുമില്ല, പരാജയപ്പെട്ടോട്ടെ, എന്നാൽ പിന്നെ സമാധാനമായിട്ട് എന്ത് ചെയ്യുക, ഇത് ആ സംഭവം ഒഴിവായല്ലോ, തോറ്റത് കൊണ്ടാണല്ലോ. പക്ഷെ തോൽക്കാതെ കൊല്ലരുത്. ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ കൊന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്തായാലും മരണം വരെ വിടാതെ പിന്തുടരും. അതുകൊണ്ട് അങ്ങനെ ഒരു ഗോസ്റ്റിനെ നിങ്ങൾ കൊണ്ട് നടക്കണ്ട. നിങ്ങളുള്ള ഐഡിയാസ് അപ്പം തന്നെ നിങ്ങൾ അങ്ങ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. വലിയ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ പറ്റൂലായിരിക്കാം. പക്ഷെ ഇതുപോലെ ചെറിയ പ്രശ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ചെയ്യുക. അതാണ് ഞാനും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റ്, നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ പറയാം. ഇനി എല്ലാ ദിവസവും രാവിലെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അതായത് രാവിലെ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്താൽ എന്താ ഗുണമറിയും, എപ്പോഴും രാവിലെ നമുക്കൊരു ഇലക്ട്രിക്കായിട്ട് ചാർജ് ചെയ്യുന്ന പോലെ ഒരു ചാർജിങ് കിട്ടണം. ആ ചാർജിങ്ങിലാണ് അന്നത്തെ ദിവസം മൊത്തം പോവുക. അതുകൊണ്ട് ഞാൻ രാവിലെ വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 5-6 മണി ആ സമയത്തൊക്കെ വരുന്ന രീതിയിൽ ഇട്ട് നോക്കാം. എന്നിട്ട് ആളുകളുടെ റെസ്പോൺസ് നോക്കിയിട്ട് ബാക്കി ചെയ്യാം. എന്തായാലും ഇന്നത്തെ വീഡിയോനെ കുറിച്ച് ജസ്റ്റ് നിങ്ങളോട് അഭിപ്രായം പറയട്ടെ, നിങ്ങളിങ്ങനെ ഗോസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു ഡേറ്റ് കാണാം.